കവിത ഗോൾഡൻ ഡയമണ്ട്സ് പ്രസൻസ് പ്ലൂട്ടോ. ഇപ്പോൾ കാണാം സൈനപ്ലേയിൽ. மிஸ்டர் அப்புக்குட்டன் நாயர், இந்த கோச்சு இனிமே மதுக்கரை ஸ்டேஷன்ல எங்க கஸ்டடி தான் இருக்கும், புரிஞ்சதா? சார். ഡോറകത്തുനിന്ന് ലോക്കായിട്ടുണ്ട് സാർ. കോച്ചിലെ ടി ടി എങ്കേ? ടി ടി അറ്റൻഡറെ പിടിച്ചു വെക്കാൻ സ്റ്റേഷൻ മാസ്റ്റർക്ക് അധികാരമില്ല സാർ. കോച്ച് ഇളക്കി വെച്ച് ട്രെയിനിന് സിഗ്നൽ കൊടുത്തു. പാസഞ്ചറുടെ പേര്? തുളസിമണി. ടിക്കറ്റ് ചെന്നൈ ടു മംഗലാപുരം. ഇത് തർക്കുളത്താ ആത്മഹത്യ. നാദിയ മേത്തർ, സീറ്റ് നമ്പർ 6. അതെ സാർ, അല്പം ജീവനുണ്ടായിരുന്നുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. കുത്തിയവനെങ്കേ? ഞാനാ കൊന്നത്, ഞാനവളെ കുത്തിക്കൊന്നത്. സി കൂപ്പയിലിരുന്നത് യാരെല്ലാം? 4 ഡോക്ടർമാരാണ്. മൊത്തമാ 4 പേരിരുന്നത്. മിച്ചം 3 പേര് എങ്ക പോച്ച്? ആ കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് അവരാണ് സർ. அப்படியா? இதுக்குள்ள என்ன விழா நடந்திருக்கா? பலூன் பிபி கிபி எல்லாம்? ஒன்னம்பலோ സാർ. സർ അത് ലാസ്റ്റ് നൈറ്റ്. ഷട്ട് അപ്പ്. ലാസ്റ്റ് നൈറ്റും ഫസ്റ്റ് നൈറ്റും വിഷയമല്ല. നേത്ത് നൈറ്റ് இந்த കൂപ്പയിൽ എന്ത് നടന്നു? അതാ എൻ ക്വസ്റ്റ്യൻ. സാർ ഇത് മുന്തിരി വൈന. அப்ப இங்க நடந்தது வெளிய சொல்றதுக்கு வெக்கம் இருக்கு இல்லையா? நிஜமா சொல்லடி. நைட்டில் போதம் உண்டாയിരുന്നോ 4നും? മുന്തിരിക്കല്ല് സാപ്പിട്ട് ബോധം പോയപ്പോൾ അന്ത പൊണ്ണോടെ കഴുത്ത് മുറിച്ച് ചോര സാപ്പിട്ട് 4നും இல்லையா? എന്നിട്ട് എൻകിட்ட പൊയ് നാടകം ആടുറിയാ? ഉന്നെ பார்த்தாலே தெரிய முடியும் நீ ஒரு யட்சியானது. ஒண்ணும்பரா. இந்த குட்டி டாக்டரை நம்ம வெயிட்டிங் ரூமில் உட்கார வைக்க. വാ തങ്കച്ചി. போடி போடி. അപ്പുകുട്ടൻ നായർ സർ. നെക്സ്റ്റ് കൂപ്പ? ഡി കൂപ്പ. പാസഞ്ചേഴ്സ് 3. കൽപ്പാത്തി സീതാരാമൻ. ஆமா சார், எனக்கு ஒண்ணுமே தெரியாது சார். ஐ டோன்ட் நோ எனிதிங். அலெக்சாண்டர் பாலக்காடு டிக்கெட். அந்த ஆளுங்க ஐ டோன்ட் நோ. ட்ரெயின் இங்க நிக்கும் போது அந்த ஆளு கிடையாது. அயல் எங்க இறங்கி போனையோ நான் பார்க்கல. திருட்டு ராஸ்கல். தம்பி, நிஜமா உனக்கொன்னும் தெரியாதா? எனக்கு ஒண்ணுமே தெரியாது சார். இது யாரோட பேக்? அது வந்து மிஸ் சஹசா. இல்ல இல்ல, சஹஸ்ரா சார். ஏய் சீதாராமா, என்கிட்ட விளையாடாத. சகஸ்ர എന്ന പേരിൽ ഒരു പാസഞ്ചർ இந்த കോച്ചിൽ യാത്ര ചെയ്തിട്ടില്ല. സാർ ആമാ സാർ, എന്റെ അടുത്ത് പറഞ്ഞല്ലേ അവ പേര് സഹസ്ര, അസ്ട്രോളജി സ്റ്റുഡന്റ്. സാർ ശ്രേയ മരിയ, കണ്ണൂർ ടിക്കറ്റാ. ഈ കൂപ്പയിലാണ് അവരുടെ സീറ്റ്. അവര് മിസ്സിംഗ് ആണ് സാർ. മിസ്റ്റർ കൽപ്പാത്തി, ഓങ്കൂടെ നേത്ത് നൈറ്റ് യാത്ര ചെയ്തിരുന്ന 2 പാസഞ്ചേഴ്സ് മിസ്സിംഗ്. എനിക്കൊന്നുമേ தெரியாது സാർ. தெரியுமேடா, உனக்கு எல்லாம் தெரியும். திருக்கவிஞர் கல்பாத்தி, பாப்போ. വേണ്ട മോളെ, എന്താ മോളെ ഇത്? ഈ നിലയിൽ നാദിയെ കാണണ്ട മോളെ.
അജയ് അറിഞ്ഞടാ, ഷറഫുദ്ദീൻ താരമസി IPS ആരാണെന്ന് നെറ്റിൽ കയറി സെർച്ച് ചെയ്തപ്പോ അയാളുടെ എല്ലാ ഡീറ്റെയിൽസും കിട്ടി. ചെന്നൈ സിറ്റിയിൽ മാത്രം 36 എൻകൗണ്ടേഴ്സ്. യെസ്, ഫോഴ്സിൽ ഇയാളുടെ നിക്നെയിം ഫിഡൽ കാസ്ട്രോ എന്നാ. ഇയാൾക്ക് നേരെ 17 പ്രാവശ്യം അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്. എല്ലാത്തിനും ഷറഫുദ്ദീൻ രക്ഷപ്പെട്ടു. അജയ്, നമ്മൾ സൂക്ഷിക്കണം. ഇപ്പൊ കേസ് അന്വേഷിക്കുന്നത് SI മയിൽവാഹനം അല്ല. സ്റ്റോപ്പ് ഇറ്റ്. ഡോണ്ട് ഗിവ് മീ ദി എനി ആസിഡ്. അവൻ ആരാ? ജെയിംസ് ബോണ്ടോ? അജയ്, നിന്റെ ദാഷ്ട്യം മതിയാക്ക്. കാര്യങ്ങൾ കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുക. ഏത് സമയം വേണമെങ്കിലും നമ്മൾ അറസ്റ്റ് ചെയ്യപ്പെടാം. സർ. യെസ് സർ. ഫിഡൽ കാസ്ട്രോ ഈസ് ലാൻഡഡ്. സർ, ആൽബർട്ട് മറിയോ, റോബർട്ട് മറിയോ, വിൻസെന്റ് മറിയോ ശ്രേയയുടെ ബ്രദേഴ്സാണ്. ശ്രേയ മറിയ ആത്മഹത്യ ചെയ്യാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം? നോ സർ, ആത്മഹത്യയല്ല. ആത്മഹത്യ ചെയ്യേണ്ട ഒരു കാരണവും അവളുടെ ജീവിതത്തിലില്ല. അവൾ ഞങ്ങളുടെ ഒരേ ഒരു സിസ്റ്റർ ആയിരുന്നു സർ. ഒരു ആക്സിഡന്റ് ആയിക്കോട്ടെ. ഷീ ഈസ് എ TV റിപ്പോർട്ടർ. സോ വാട്ട്? ഡോർ തുറന്ന് പുറത്തു നിന്നുള്ള തണുത്ത കാറ്റ് കൊണ്ടപ്പോ ശ്രേയ അറിയാതെ ഒന്ന് മയങ്ങിപ്പോയി. പിടിവിട്ടു. ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്ന് ട്രാക്കിലേക്ക് വീണു. എന്താ, അങ്ങനെ ആയിക്കോട്ടെ. കൊലപാതകത്തിനും അപകട മരണത്തിനും 50-50 ചാൻസസ് ആണ്. ശ്രേയയുടെ ബോഡി കണ്ടെടുത്തത് സേലത്തിനും ഈറോഡിനും ഇടയ്ക്ക് നിന്നല്ല. അതെ, നിയർ മകരപ്പെട്ടി റെയിൽവേ സ്റ്റേഷൻ. പെങ്ങളെ സ്നേഹിച്ചൊടുക്കം 3 എണ്ണം കൂടി. അങ്ങനെ ഒരു പോസിബിലിറ്റി ഈ കേസിലുണ്ട്. ആ രാത്രി നിങ്ങളിൽ ഒരാൾ ശ്രേയയെ ഫോണിൽ വിളിച്ചു. അത് ഞാനാണ് സർ. ശ്രേയ പുറപ്പെട്ടോന്നറിയാൻ രാത്രി 11:30 മണിക്ക് വിളിച്ചാണോടാ പുറപ്പെട്ടോന്ന് അന്വേഷിക്കുന്നത്? മകരപ്പെട്ടി സ്റ്റേഷനിലേക്ക് ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ പോയത് ആരാണ്? ഞാൻ തന്നെയാണ് സർ. ജനുവരി 12-ാം തീയതി വ്യാഴാഴ്ച രാത്രി ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ട സൗവർണിക എക്സ്പ്രസിൽ കയറിയ 3 സ്ട്രേഞ്ചേഴ്സ്. 13-ാം തീയതി അവർ 3 പേരുടെയും മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. എ ബ്ലാക്ക് ഫ്രൈഡേ. സർ, ഇതിൽ നമ്മൾ ഏതാണ് ആദ്യം അന്വേഷിച്ചു തുടങ്ങുന്നത്? അടച്ചുപൂട്ടിയ കൂപ്പയ്ക്കുള്ളിൽ കയറിൽ തൂങ്ങി അവസാനിച്ച നർത്തകി, നാട്യസുന്ദരി, കലാക്ഷേത്രം തുളസിമണി. പിണ്ണത്തമ്മ വെച്ച് തൊഴുത് എള്ളുകൂട്ടി പിണ്ണത്തമ്മ 5 പ്രാവശ്യം നീര് കൊടുത്ത് പുറത്തു. ചന്ദനം നീരഞ്ച് 5 പ്രാവശ്യം പൂ ആരാധിച്ച് തൊഴുത് ആവാഹിച്ചൊരു രൂപത്തിലാക്കി മുന്നിൽ വിളക്കും നിവേദ്യവും വെച്ചാൽ കൊല്ലങ്കോട്ട് രാജയുടെ ഇളയ മകൾ ഇനിയൊരു ദേവതയാവും. ഈ കുട്ടി എന്റെ മകനാ, ഭരതനുണ്ണിയുടെ ചെറിയമയ തുളസി. ഉടുത്തുകെട്ടലും മുഖച്ഛായവും ഒക്കെ അഴിച്ചുവെച്ച് ഒരു മുഴം കയറിൽ തൂങ്ങിയാടി തുളസിമണി നൃത്തം അവസാനിപ്പിച്ചത് എന്തിനെന്ന ചോദ്യത്തിന് ഒരു ഉത്തരമുണ്ടോ വിജയഭാനുവിന്? ഇല്ല, ഒന്നുമില്ല. പ്രൊഫഷണൽ ലൈഫിലും പേഴ്സണൽ ലൈഫിലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ അവക്ക്. തുളസിയില നുള്ളിയെടുക്കുന്ന ലാഘവത്തോടെ തുളസിമണിയുടെ ജീവൻ ആരോ നുള്ളിയെടുത്തു സൗവർണിക എക്സ്പ്രസിൽ വെച്ച്. തുളസിമണിയുടെ ഏട്ടനായ നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? അലക്സാണ്ടർ ചമ്പാടൻ, റെയിൽവേ SP, തുളസിമണിയുടെ കൂടെ അതേ കമ്പാർട്ട്മെന്റിൽ അവനുണ്ടായിരുന്നു. എനിക്കറിയാം, മാംസക്കൊതിയനാവൻ, എ റിയൽ ഫ്ലഷ് ഈറ്റർ. ഇന്നലെ വരെ തുളസിമണിയുടെ മരണം ഒരു പെർഫെക്റ്റ് സൂയിസൈഡായി കരുതിപ്പോയി സബ് ഇൻസ്പെക്ടർ മയിൽവാഹനം. ഇനി ഞങ്ങൾ റാക്ട് അന്വേഷിക്കാൻ പോകുന്നത് IPC 305 നരഹത്യ. ഹോപ്പ് യു വിൽ കോപ്പറേറ്റ്. സർ, സംഭവം നടന്ന ഫസ്റ്റ് AC കോച്ച് ഇന്ന് ചെന്നൈയിൽ നിന്ന് പുറപ്പെടുന്ന സൗവർണിക എക്സ്പ്രസിനൊപ്പം വരുന്നുണ്ട്. കോച്ച് മാത്രം പോരല്ലോ സുദർശൻ. സംഭവ ദിവസം പാലക്കാട് വരെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന TT തത്തമംഗലം മുത്തു, കേസ് അന്വേഷിച്ച കോയമ്പത്തൂർ റെയിൽവേ സബ് ഇൻസ്പെക്ടർ മയിൽവാഹനം ആൻഡ് ടീം എല്ലാവരും എത്തണം നാളെ രാവിലെ മധുക്കര സ്റ്റേഷൻ. സർ.
സർ, ബി ഗ്രൂപ്പിലെ സീറ്റ് നമ്പർ 3-ൽ ഫിലിം സ്റ്റാർ പ്രിയ റോസ്, 4-ൽ രാജമ്മ, 5-ൽ രാമേന്ദ്രൻ, 6-ൽ നാദിയ മേത്തർ. സർ സർ കതിരേശൻ റിട്ടയർ ആയതിനു ശേഷം ഇദ്ദേഹമാണ് SI പൊന്നമ്പലം. കതിരേശനകത്തുണ്ട്. റിട്ടയർ ആയപ്പോ ആള് സന്യാസിയായി. പളനിയിലെ ഷൺമോഹാനന്ദ ആശ്രമത്തിനാണ് ആളെ കിട്ടിയത്. അപ്പോ മയിൽവാഹനം കതിരേശനിൽ നിന്ന് തുടങ്ങാം. റിട്ടയർഡ് സബ് ഇൻസ്പെക്ടർ തിരു മയിൽവാഹനം കതിരേശൻ. സാർ റിട്ടയർഡ് ആന എനിക്ക് എതുക്ക് സാർ സല്യൂട്ട്? ഈ സല്യൂട്ട് 30 വർഷത്തെ സർവീസിന്, ഓണറബിൾ സർവീസിന്. താങ്ക് യു സാർ. ബർത്ത് നമ്പർ 6. ஆமா சார். சார் നാദി இந்த இடத்துல தான் കുത്തേറ്റ് കിടന്നത്. കുത്തേറ്റത് ഏറ്റവും വൈറ്റൽ പാർട്ട്. ആമാ സാർ. ഒഫൻസ് അഗൈൻസ്റ്റ് ദ ഹ്യൂമൻ ബോഡി. ആമാ സാർ. ഈ കുറ്റകൃത്യം അപ്പോ ഒരു കൊലപാതകമായി കണക്കാക്കണം, വേണ്ടേ? അതെപ്പടി സാർ? സാർ ആള് പുണം പോലെ ആയെങ്കിലും ഇതയോ ഇപ്പവും തുടിക്കരുത് സാർ. ഹാർട്ട് ബീറ്റ് ഉള്ള ഒരു ഡെഡ് ബോഡി. ആമാ. മരണം സംഭവിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ കൃത്യം നടത്തിയിരിക്കുന്നത്. അപ്പൊ കേസ് ചാർജ് ചെയ്യേണ്ടത് സെക്ഷൻ 302 മർഡർ. കുത്തിയത് ബാലുവോ കട്ട്രോട്ട് ബാൻഡിറ്റ്സോ? സാർ ഇപ്പടി കേട്ടെങ്ങനെ ഒന്നുമേ പുരിയാതെ സാർ. 30 വർഷത്തെ സർവീസ് ഉള്ള ഒരാളുടെ എക്സ്പെർട്ട് ഒപ്പീനിയൻ ആണ് എനിക്ക് വേണ്ടത്. പൊന്നമ്പലോ സാർ. സാർ നാദിയാവെ இந்த കത്തിയാല താൻ കുത്തിയത്. സർജിക്കൽ ബ്ലേഡ് ആണല്ലോ? ஆமா சார். இது வந்து சி கூப்பையில டாக்டர்மார கையில் இருந்தது. മാമ്പഴ സത്രத்துக்காக നമ്മ കളമോടി രാജമ്മ കടം വാങ്ങിയിരുന്നു. ബാലുവിന്റെ കയ്യിൽ ഇതെങ്ങനെ വന്നു? അത് தெரியாது സാർ. രാജമ്മയുടെ പൊണ്ണു നടിക പ്രിയ റോസ് ബാലുവിടെ ഓൾഡ് കാതലി. நான் சுற்றி வளைச்சு மிரட்டி கேட்டுட்டோம். காதல் வைராகியத்தினாலே பாலு குத்தியது பிரியாவைத்தானு புலம்பிட்டு இருக்கு சார். பைத்தியக்காரன் സാർ. ഇത് നാദിയാവുടെ കടവാപ്പല്ല്, അണപ്പല്ല് സ്പോട്ടിലേ കിടച്ചത്. സെൽവൻ സർ, ബാലു ഭ്രാന്ത് അഭിനയിക്കുകയാണോ എന്ന് അന്വേഷിക്കണം സർ. പിന്നെ നാദിയയുടെ ബാഗിൽ നിന്ന് നഷ്ടപ്പെട്ട പ്രോപ്പർട്ടീസിന്റെ ലിസ്റ്റ്, ഫിംഗർ പ്രിന്റ് എക്സ്പേർട്സിന്റെ റിപ്പോർട്ട്, രണ്ടും നമുക്ക് ഉടനെ കിട്ടണം. റിപ്പോർട്ട് എത്തിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് സാർ. സാർ நான் என்ன நினைக்கிறேன்னு கொஞ்சம் சொல்லட்டுமா? சொல்லுங்கோ. ஒரு காலத்திலும் கண்டுபிடிக்க முடியாத ஒரு கேஸுக்கு தான் நீங்க இவ்வளவு கஷ்டப்பட்டு முயற்சி பண்ணிட்டு இருக்கீங்க சார். തെളിയിക്കും നമ്മൾ. എന്റെ കൂടെ സാക്ഷാൽ മയിൽവാഹനമില്ലേ? തെളിയിക്കും. മുരുകാ, ആണ്ടവാ, കാർത്തികേയ. നെക്സ്റ്റ് സാർ. ഏക് കൂപ്പേ. துளசிமணி டிக்கெட் சென்னை டு மங்களாபுரம். ஆமா சார். மூகாம்பியில சாமி கும்பிடுறதுக்கு தான் போயது. நம்ம ரயில்வே டிவிஷனல் மேனேஜர் விஜயபான சாரோட சிஸ்டர்ல இந்த பொண்ணு சார். இந்த கேஸ்ல ஒண்ணுமே பார்க்க வேண்டாம் சார். போஸ்ட்மார்ட்டம் ரிப்போர்ட்டிலும் இது தூங்கி மரணம் தான். பாப்பா டோர் லாக் பண்ணி உறங்காங்கிடணும். திடீர்னு எந்திரிச்சு கழுத்தில கயிறு போட்டு தற்கொலை பண்ணியாச்சு சார். கஷ்டம் மூளையில பொண்ணு. அல்லாத என்ன சொல்லுங்க சார்? ചെന്നൈയിൽ തൂങ്ങാൻ സ്ഥലം കിട്ടാഞ്ഞിട്ടാ ഫസ്റ്റ് ക്ലാസ് AC-യിൽ കയറി തൂങ്ങിയത്? ചില പേരുടെ സ്റ്റൈല് അപ്പടിത്താ. സത്ത് കിടന്നാലും നല്ല അഴകാ കിടക്കണം. ഈ വിൻഡോ ലോക്ക്ഡ് ആയിരുന്നു. ലോക്ക്ഡ് അല്ല സാർ, ആനാ മൂടിയിരുന്നു. മയിൽവാഹനം എന്ന സാർ? ഇതൊരു ആത്മഹത്യ. ആമാ സാർ, 100%. ആത്മഹത്യ അല്ല, ആത്മഹത്യ പോലെ ഒരു കൊലപാതകം. ഇങ്ങനെ ഓടിയ ട്രെയിൻ എത്തുന്നതിന് മുമ്പ് ഞാൻ എത്തും. ഹലോ, എന്നെ ഒന്നും ചെയ്യല്ല സാർ. ഞാൻ കൊച്ചിലെ നെഞ്ചടിച്ച് വീണിട്ടുണ്ട്. അതിന്റെ നീര് ഇതുവരെ മാറിയിട്ടില്ല. സാർ, ട്രെയിൻ ടിക്കറ്റ് സ്വന്തമാ പ്രിന്റ് പണി വിൽക്കുന്ന ഫ്രോഡ് ഇവൻ. ചുമ്മാ കാശായിട്ടുണ്ട് കള്ളങ്ങൾ വിളിച്ച് പറയല്ലേ സ്വാമി. കാശായത്തെ പറ്റി சொன்னா കിളിച്ചിരുവേ. വേണ്ട, വിട്ടിട്. സോറി സാർ, പഴക്കമായി പോച്ചു സാർ. താനൊരു പിമ്പാണ്.
ശരിക്കും എന്നെ കണ്ട പക്ക മാമ എന്ന് തോന്നുന്നു അല്ലേ സാർ? എല്ലാരും പറഞ്ഞിട്ടുണ്ട്. ഈ കൂപ്പയിലിരുന്ന ശ്രേയ മറിയെ ഡി കൂപ്പയിൽ താൻ എത്തിച്ചത് ആർക്കു വേണ്ടി? സാർ അത് അന്ന് എക്സ്ക്യൂസ് മീ. ഒരു പെൺകുട്ടി രാത്രി ഒറ്റയ്ക്ക് കമ്പാർട്ട്മെന്റിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ പാടില്ല. എന്താ കാര്യം? എനിക്ക് പേടിയാവുന്നു സർ. പേടിക്കണമല്ലോ, കാരണം ഞാൻ അതീവ സുന്ദരനായ ടി കുട്ടി എബോ അവറേജ് സുന്ദരി. സമയം അസമയം രണ്ടുപേരും ഒറ്റയ്ക്ക് പേടിച്ചു പോവും. പോയി കിടന്ന് ഉറങ്ങുവച്ചേ. എനിക്ക് അവരുടെ കൂടെ കിടന്ന് ഉറക്കം വരില്ല സർ. ആരുടെ കൂടെ കിടക്കണ്ട, കുട്ടിക്ക് അനുവദിച്ചിട്ടുള്ള ബർത്തിൽ കുട്ടി കിടക്കും, താനെ ഉറങ്ങിക്കൊള്ളും. സർ പ്ലീസ്, ആ ഭ്രാന്തന്റെ കൂപ്പിൽ നിന്ന് വേറെ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറ്റി തരണം. ഡി കൂപ്പയിൽ 2 സീറ്റ് വേക്കൻഡ് ഇല്ലേ? ഡി കൂപ്പയിൽ ശരിയാവില്ല, അവിടെ 2 ആണുങ്ങളാ, സ്ത്രീലമ്പടന്മാര്. അറിഞ്ഞുകൊണ്ട് പടക്കത്തെ എടുത്ത് തീയിലോട്ട് തട്ടണോ അറിയാതെ വെടിയായി പോവും. അതീവ സുന്ദരനായ ചേട്ടായി, ഛേദമില്ലാത്ത ഈ ഉപകാരം എനിക്ക് വേണ്ടി ഒന്ന് ചെയ്തു തരില്ലേ? അവരോട് ഒന്ന് പോയി ചോദിക്ക്, അതിനുള്ള പവർ ചേട്ടായിക്ക് ഉണ്ട്. എനിക്കോ ഉണ്ടോ? ഉണ്ട്. എങ്കിൽ പിന്നെ ചോദിച്ചിട്ട് തന്നെ കാര്യം. 4 പേരുടെ കൂപ്പയിൽ 2 പേരോ? സമ്മതിക്കില്ല ഞാൻ. വെയിറ്റ് ആൻഡ് സീ. ശ്രേയ മറിയെ കൂടെ ഇരുത്താൻ ഡി കൂപ്പയിലെ 3 പേരും സമ്മതിച്ചു. 3 പേരല്ല സാർ, 2 പേർ. പക്ഷേ ടി മുത്തുരാജ് 3 പേർക്ക് ബർത്ത് അലോട്ട് ചെയ്തല്ലോ. ഓ, കൽപ്പാത്തി സീതാരാമൻ, അലക്സാണ്ടർ ചമ്പാടൻ, മിസസ് അലക്സാണ്ടർ ചമ്പാടൻ. അലക്സാണ്ടർ സാർ ഒറ്റയ്ക്കാ വന്നത്. ലഗേജുകൾ കൂടുതലുണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കും ചിലപ്പോ കൊച്ചമ്മ കൂടെ കൊണ്ടുവരാഞ്ഞത്. അറിഞ്ഞുകൊണ്ട് 3 കുറ്റങ്ങളാണ് ടി മുത്തു ചെയ്തിരിക്കുന്നത്. ഞാനും. 1, ടിക്കറ്റിൽ തിരിമറി നടന്നു. 2, പാസഞ്ചേഴ്സിന് ശല്യമാകുന്ന രീതിയിൽ ഇന്ത്യൻ റെയിൽവേക്ക് നാണക്കേടുണ്ടാക്കിക്കൊണ്ട് കോച്ചിൽ ചീട്ട് കൊണ്ട് നടന്ന് കോമാളി കളിച്ചു. 3ാമത്തെ കുറ്റം 2 യാത്രക്കാരെ കൊന്നു. സുദർശൻ സർ, ട്രെയിനിൽ നിന്ന് വീണപ്പോ ശ്രേയ മറിയ ഉള്ളം കൈയിൽ മുറുകെ പിടിച്ചിരുന്ന തുണിക്കഷ്ണം. ഇത് കർച്ചീഫാണ് സാർ, മുഖം തുടയ്ക്കാൻ വേണ്ടി. അടിച്ചില്ലേ? ടിയുടെ ഷർട്ടിന്റെ നിറം അറിയില്ല. നല്ല പാൽ വെള്ള, അല്ല വൈറ്റ്. അന്ന് ഈ കമ്പാർട്ട്മെന്റിൽ വെള്ള ഷർട്ട് ഇട്ടത് 2 പേർ മാത്രം. ഒന്ന് ടി മുത്തുരാജ്, മറ്റൊരാൾ നിങ്ങൾ 2 ആളും ഒരുപാട് രഹസ്യങ്ങൾ ഒളിപ്പിക്കുന്നുണ്ട്. പറയാൻ വിട്ടുപോയതാണെങ്കിൽ ഓർമ്മിക്കാൻ ഒരു അവസരം കൂടി തരാം. അത് കഴിഞ്ഞാൽ സാർ, അന്ന് രാത്രി സേലം സ്റ്റേഷൻ കഴിഞ്ഞ് ഞാൻ അറ്റൻഡർ സുന്ദരനെ തിരക്കി വന്നപ്പോ, എടാ കമ്പിളി സുന്ദര, ആ സി കൂപ്പയിലെ ഡോക്ടേഴ്സിന് ഒരു കുത്തു ചീട്ട്, അല്ല ഒരു കമ്പിളി കൊണ്ട് കൂടെ. എടാ നിന്നോടാണ് പറഞ്ഞത്. കമ്പിളി അല്ലല്ലേ, സോറി. നിങ്ങൾ ഏത് സീറ്റ്, ഏത് കൂപ്പ? 3 ടയർ AC. സാർ ഇത് ഫസ്റ്റ് ക്ലാസ് AC ആണ്. അറിയാം സാർ, കഴിഞ്ഞ സ്റ്റേഷനിൽ വെള്ളം മേടിക്കാൻ ഇറങ്ങിയതാ. അപ്പോഴേക്കും ട്രെയിൻ വിട്ടു. ഓടി കയറിയപ്പോഴും കമ്പാർട്ട്മെന്റ് മാറിപ്പോയി. അതിന് പ്രശ്നമല്ല, അടുത്ത സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തുമ്പോ മാറി കയറിയാതെ നമുക്ക് അതൊരു റൗണ്ട് ഇരിക്കാം. പന്നിവലെ അറിയൂ? അറിയാം സാർ, പക്ഷെ പോലീസുകാരെ ചീട്ട് കളിക്കാൻ വിളിക്കുന്ന ആദ്യത്തെ ചീറ്റിയാ സാർ. പോലീസായിരുന്നാ? സോറി സാർ. അല്ല, ഞാനൊരു പഴമൊഴി പറഞ്ഞതാ. കമ്പിളി